ഹലോ, ഞാനിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നിപ്പം അടുക്കളയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അടുക്കളയിലെന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഒരുപാട് സ്ത്രീകൾക്കൊക്കെ മുഴുവൻ സമയം അടുക്കളയിൽ തന്നെ ചിലവഴിക്കേണ്ടി വരും. പുരുഷന്മാരും അടുക്കളയിലൊക്കെ കയറുന്നവരൊക്കെ തന്നെയാണ് കേട്ടോ. ഞാനിപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഷൂട്ടിങ്ങും കോളേജും ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്താണ് അടുക്കളയിൽ കയറാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം ചുരുക്കി ചില കാര്യങ്ങൾ, അതായത് അടുക്കളയിലെ ചില രഹസ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ. അതിൽ ആദ്യത്തെ ഒരു കാര്യം, ഞാനിപ്പോൾ കുറച്ച് പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ പച്ചമുളക് ഇങ്ങനെ ഇരുന്നാൽ അത് കേടുവരും. അപ്പോൾ അതുകൊണ്ട് അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞെട്ട് എല്ലാം കളഞ്ഞ് അതിന് നന്നായിട്ടൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകിയതിന് ശേഷം, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് വിശദമായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ ഒക്കെ എടുത്ത് നന്നായിട്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് വിരിച്ചിട്ട് ഒന്ന് ഉണക്കിയാൽ മതി. അതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സ് എടുത്ത് ആ ബോക്സിനകത്ത് വേറൊരു ടിഷ്യൂ എടുത്ത് അതങ്ങ് വിരിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് ഈ പച്ചമുളക് വെച്ച് അടച്ച് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണേലും നിന്നോളും, ഇങ്ങനെ ഫ്രഷായിട്ടിരിക്കും. ഓക്കെ, ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് രഹസ്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിനകത്ത് ഒരു രഹസ്യം എന്ന് പറയുന്നത് നെയ്യാണ്. നെയ്യിന് നന്നായിട്ട് രുചിയും മണവും കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് നമ്മൾ ചൂടാക്കുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് രുചിയും മണവും കൂടും. നിങ്ങൾക്കറിയാമായിരുന്നു അത്? മറ്റൊരു കാര്യം, യെസ്, പൊട്ടറ്റോ ഞാൻ അതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ട്രൈ ചെയ്തോ? പൊട്ടറ്റോ എപ്പോഴും നന്നായിട്ട് ഉണങ്ങിയ സ്ഥലത്ത് ഇതുപോലെ ബ്രൗൺ പേപ്പറിനകത്ത് സൂക്ഷിക്കണം കേട്ടോ. അതൊരെണ്ണം. പിന്നെ ജോലിക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഓടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് തലേ ദിവസം അരി കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് എളുപ്പത്തിൽ ചോറുണ്ടാക്കി നമുക്ക് ഓടാൻ കഴിയും. ഓക്കെ, പിന്നെ നമുക്ക് മറ്റൊരു സംഭവം പാവയ്ക്ക. നമ്മൾ പാവയ്ക്ക എന്നൊക്കെ പറയുന്ന സംഭവം കയ്പ്പാണ്, പക്ഷെ അടിപൊളി സാധനമാണ്. അപ്പോൾ അതിൻ്റെ കയ്പ്രസം മാറി കിട്ടാനായിട്ട് വെള്ളം ചേർക്കാതെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പാവയ്ക്കയുടെ കയ്പ്രസം ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. അതിപ്പോൾ ഈ നോൺ സ്റ്റിക്ക് അങ്ങനെയുള്ള അങ്ങനത്തെ പാത്രങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അതിലാകുമ്പോൾ നമുക്ക് അടിക്ക് പിടിക്കാനും സാധ്യതയില്ല. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചാൽ മതി പാവയ്ക്ക. അതുപോലെ ബട്ടർ നമ്മളിപ്പോൾ ഫ്രിഡ്ജിനകത്തൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് മൃദുവായി കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടർ നമുക്ക് എന്താക്കില്ല, കഷ്ണം നുറുക്കിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബട്ടർ പെട്ടെന്ന് മൃദുവാകും. ഓക്കെ, അങ്ങനെ ഞാൻ ഓരോ പണിയായിട്ട് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് വെച്ചു. ഇനി ടിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റൊരു ടിപ്പ്, നമ്മുടെ ഫിൽറ്റർ കോഫി ഇല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഫിൽറ്റർ കോഫി കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കോഫി പൗഡർ ഇടുന്നതിന് മുമ്പേ ഫിൽറ്ററിൽ കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം കോഫി പൗഡറും പിന്നെ തിളച്ച വെള്ളവും അതിലേക്ക് ഒഴിക്കുക. അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഫിൽറ്റർ കോഫിയാണ് കേട്ടോ. പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ, ഓംലെറ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതുപോലെ മറ്റൊരു രഹസ്യം എന്ന് പറയുന്നത്, യെസ്, കോളിഫ്ലവറിൻ്റെ നിറം വെളുത്ത നിറമാണല്ലോ. ചിലപ്പോൾ നമ്മളിങ്ങനെ വേവിച്ചത് കറിയിലേക്ക് ആകുമ്പോഴത്തേന് അതിൻ്റെ നിറം, ആ വെള്ള നിറം അങ്ങ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനുള്ളൊരു ടെക്നിക്ക്, ഇത് വേവിക്കുമ്പം അതിലേക്ക് കുറച്ച് പാല് ചേർത്താൽ കോളിഫ്ലവറിൻ്റെ ആ വെളുത്ത നിറം അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് നാരങ്ങ, സാധാരണ ഇപ്പോൾ ഒരു 2-3 നാരങ്ങ മേടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കുറച്ച് അധികം നാരങ്ങയൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിലൊരു ടിപ്പുണ്ട്, അത് കേട് കൂടാതിരിക്കാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നാരങ്ങയുടെ നീരെല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ് വെക്കുന്ന ഐസ് ക്യൂബിൻ്റെ ട്രേയിനകത്ത് ഈ നീരൊക്കെ ട്രേ രൂപത്തിൽ അങ്ങ് സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ആ ഒരു ക്യൂബ് എടുത്താൽ മതിയല്ലോ. ഇത് ഒരു 15-20 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. ഓക്കെ, പിന്നെ തേങ്ങ, എല്ലാവരുടെയും പ്രശ്നമാണ് തേങ്ങ പൊട്ടിച്ചാൽ ചിലപ്പോൾ ഒരു ഭാഗം വലുതായിരിക്കും, ഒരു ഭാഗം ചെറുതായിരിക്കും. അപ്പം കറക്റ്റ് നടുക്ക് തന്നെ പൊട്ടിക്കാനുള്ള ഒരു ടിപ്പ്, നമ്മൾ സാധാരണ അതിൻ്റെ മുഖഭാഗം ഇല്ലേ, മറ്റേ 3 ഡോട്ടുള്ളത്, അത് ഈ സൈഡിൽ പിടിച്ചതിന് ശേഷം നമ്മുടെ നടുഭാഗം നമ്മൾ ഇമാജിനറി ഒരു വര കൊടുത്തിട്ട് ഒറ്റ വെട്ടിയാൽ രണ്ടും 2 കഷ്ണമായിട്ട് മാറും. ഓക്കെ, യെസ്, അങ്ങനെ എൻ്റെ പണികളിങ്ങനെ ഓരോന്നായിട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് ടിപ്സും കൂടെ കൂടുതൽ തരാം കേട്ടോ.
ഒരെണ്ണം നമ്മൾ ചോറ് വേവിക്കുമ്പോൾ നല്ല വീർത്ത ചോറ് കിട്ടാനായിട്ട് അതിനകത്ത് ഒരു കുറച്ച് നാരങ്ങ നീര് ഉറ്റിച്ച് കഴിഞ്ഞാൽ നല്ല വീർത്ത ചോറ് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സവോള വഴറ്റുമ്പം നല്ല ബ്രൗൺ നിറമാകാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്താൽ അടിപൊളിയായിട്ട് ബ്രൗൺ കളറിൽ സവോള കിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കില്ലേ, പരിപ്പ് കറിയിൽ നമ്മൾ പരിപ്പ് സാധാരണ വേവിക്കുമ്പോൾ അതങ്ങ് പതഞ്ഞ് വരും അല്ലേ. ഈ പതഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പുണ്ട്. അതിനകത്ത് ഒരു നുള്ള് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു പതഞ്ഞ് പൊങ്ങുന്നത് നിൽക്കും കേട്ടോ. പിന്നെ ഒരു നമ്മുടെ മരത്തിൻ്റെ തവിയില്ലേ, തടി തവി എന്നൊക്കെയാണ് പറയുക. ഈ തവി ഈ കലത്തിൻ്റെ ക്രോസായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പതഞ്ഞ് താഴോട്ട് വീഴുന്നത് തടയും. ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം കുറേ ടിപ്പുകളായി പറഞ്ഞിരുന്നു. ഇനി മറ്റൊരു ടിപ്പ്, നമ്മുടെ കറികൾക്കും ഗ്രേവികൾക്കും ഒക്കെ കട്ടി കൂടാനായിട്ട് പൊട്ട് കടലയുടെ മാവോ അല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടിയോ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയിലുള്ള ഗ്രേവി നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കറികൾക്ക് നമ്മൾ ഇതുപോലെ തന്നെ കട്ടി കൂടാനായിട്ട് കാഷ്യൂ അല്ലെങ്കിൽ ബദാം ഇത് കുതിർത്തിട്ട് അത് അരച്ചതിനകത്തോട്ട് ചേർത്തിട്ട് വീണ്ടും തിളപ്പിച്ചാൽ മതിയേ. അപ്പം ഞാൻ തക്കാളി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കറി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും ടിപ്പുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുമായിരിക്കും അല്ലേ. എന്തായാലും ഇതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഓക്കെ, ബൈ.